ഒരിടത്തൊരിടത്ത് ദാമു എന്നു പേരുള്ള സ്വാർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ 30 സ്വർണ്ണ നാണയങ്ങളടങ്ങിയ സഞ്ചി നഷ്ടമായി. അയാൾ കുറേ അന്വേഷിച്ചിട്ടും സഞ്ചി കിട്ടിയില്ല. അയാൾ നിരാശനായിരിക്കുന്നത് കണ്ട അയാളുടെ സുഹൃത്ത് കാര്യം അന്വേഷിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കാണാതായ വിവരം ദാമു സുഹൃത്തിനോട് പറഞ്ഞു. അയാളുടെ സുഹൃത്ത് ഒരു സത്യസന്ധനും പരോപകാരിയുമായിരുന്നു. സുഹൃത്തിന്റെ പേര് രാമു എന്നായിരുന്നു. രാമു ദാമുവിനെ സഹായിക്കാനായി നാണയത്തിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു. കുറേ അന്വേഷണത്തിനൊടുവിൽ രാമുവിന് ദാമുവിന്റെ നാണയങ്ങളടങ്ങുന്ന സഞ്ചി കിട്ടി. രാമു സഞ്ചിയുമായി ദാമുവിന്റെ അടുക്കലെത്തി. ദാമുവിന് സന്തോഷമായി. ദാമു സഞ്ചി തുറന്ന് നാണയങ്ങൾ എണ്ണി നോക്കി. 30 സ്വർണ്ണ നാണയങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത്യാഗ്രഹിയായ ദാമു രാമുവിനോട് പറഞ്ഞു, "അല്ലയോ സുഹൃത്തേ, ഇതിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 30 നാണയങ്ങളേ ഉള്ളൂ. താങ്കൾ ബാക്കി നാണയങ്ങൾ എടുത്തോ?" "ആ സഞ്ചിയിൽ അത്രയും നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല," രാമു വിഷമത്തോടെ പറഞ്ഞു. എന്നാൽ ദാമു അത് സമ്മതിച്ചില്ല. അവർ തമ്മിൽ തർക്കമായി. അവസാനം തർക്കമൂത്ത് ന്യായാധിപന്റെ അടുത്തു പോകാമെന്നായി. അവർ രണ്ടുപേരും കൂടി ഒരു ന്യായാധിപന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് നടന്നതെല്ലാം ന്യായാധിപനെ അറിയിച്ചു. ന്യായാധിപൻ കുറച്ചു സമയം ആലോചനാ നിമഗ്നനായിരുന്നു. അതിനുശേഷം ദാമുവിനോട് ചോദിച്ചു, "നിങ്ങളുടെ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നെന്ന് നിങ്ങൾക്കുറപ്പാണോ?" അത്യാഗ്രഹിയായ ദാമു പറഞ്ഞു, "അതെ, ആ സഞ്ചിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു." അതുകേട്ട് ന്യായാധിപൻ രാമുവിനോട് ചോദിച്ചു, "നിങ്ങൾ ഈ സഞ്ചിയിൽ നിന്ന് നാണയങ്ങൾ എടുത്തോ?" രാമു വിഷമത്തോടെ പറഞ്ഞു, "ഇല്ല, ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ 30 നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ." കുറച്ചു നേരത്തിനു ശേഷം ന്യായാധിപൻ ദാമുവിനോട് പറഞ്ഞു, "നിങ്ങളുടെ സഞ്ചിയിൽ 40 നാണയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അല്ലേ പറഞ്ഞത്? പക്ഷേ ഈ സഞ്ചിയിൽ 30 നാണയങ്ങളെയുള്ളൂ. അതുകൊണ്ട് ഈ സഞ്ചി നിങ്ങളുടേതായിരിക്കില്ല. ഈ സഞ്ചി ഞാൻ രാമുവിന് കൊടുക്കുകയാണ്. നിങ്ങളുടെ സഞ്ചി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു." അങ്ങനെ അത്യാഗ്രഹിയായ ദാമു നാണിച്ച് തലയും താഴ്ത്തി നിന്നു. പരോപകാരിയായ രാമുവിന് 30 സ്വർണ്ണ നാണയങ്ങൾ കിട്ടി. ദാമു അത്യാഗ്രഹത്തിന് പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു കിട്ടിയേനെ. ഗുണപാഠം: അത്യാഗ്രഹം ആപത്ത്. ദാമുവിന്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ കഥകളുമായി നമുക്കിനിയും കാണാം.